ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള പ്രണയത്തെ തകർക്കുവാൻ ശ്രമിച്ച ശത്രുക്കളെ ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തെ സംരക്ഷിക്കുവാൻ തയ്യാറാണോ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ പ്രണയബന്ധത്തെ സംരക്ഷിക്കുവാനും കാത്തു സൂക്ഷിക്കാനും തയ്യാറാണോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റിലേഷൻഷിപ്പിനെയും നിങ്ങളെയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എനർജിയിലേക്ക് നമുക്ക് നോക്കാം. യെസ്, ബിൽഡിംഗ് ബ്ലോക്സ്. വളരെ മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാർഡാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് കാത്തു സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കണമെന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രയും പോസിറ്റീവായിട്ട് മനസ്സിലാക്കുന്ന ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കണം, ഈ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള, അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കണമെന്നും നിങ്ങളുടെ സ്നേഹത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള കണക്ഷനുമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു രീതിയിലാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ചിന്താഗതിയിലേക്കും തീരുമാനത്തിലേക്കുമാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണെ ഒരുപാട് പേര് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് മാനസികപരമായിട്ട്, കൂടുതലും മെന്റൽ ടോർച്ചറിങ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഈ പേഴ്സണെ മാനസികപരമായിട്ട് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കുത്തി നോവിപ്പിച്ചുകൊണ്ടിരിക്കുക, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുക, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ അവരിൽ നിന്നുമൊക്കെ മാറി നിൽക്കുന്ന ഒരു എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് തൻ്റെ ചുറ്റിനുമുള്ള വ്യക്തികൾ ആരും ശരിയല്ല എന്നും അവർ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല എന്നും തനിക്ക് തൻ്റെ പ്രണയബന്ധം തന്നെയാണ് വലുത് എന്നുള്ളൊരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തൻ്റേതല്ലാത്ത ഇടത്തിൽ നിന്നും, തൻ്റേതല്ലാത്ത ഒരു സ്ഥലത്തിൽ നിന്നും മാറി താമസിക്കാം, അല്ലെങ്കിൽ മാറി നിൽക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഈ പേഴ്സൺ വരുന്നത്. ഇപ്പൊ നമുക്ക് അങ്ങനെയല്ലേ, നമുക്ക് സേഫ് അല്ല, അല്ലെങ്കിൽ നമുക്ക് ശരിയല്ല, നമുക്ക് ദോഷമാണ് എന്ന് തോന്നിക്കുന്ന കാര്യം, അത് സാഹചര്യമായിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, അത്തരം സന്ദർഭത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും മാറി നിൽക്കും. ആ ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ എനർജി നല്ല രീതിയിൽ ഉയർത്തിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് പ്രാർത്ഥനയിലൂടെ ആവാം, മാനിഫെസ്റ്റേഷനിലൂടെ ആവാം, ഏത് വഴിയിലൂടെ വേണമെങ്കിലും ആകാം. അപ്പം ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത്. ഇറ്റ് കംസ് വിത്ത് ടൈം ആൻഡ് പ്രാക്ടീസ് ആണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ വളരെ കോൺഫിഡൻസിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. പലപ്പോഴും ഈ വ്യക്തി പതറിപ്പോകുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഈ വ്യക്തി തകർന്നു പോകുന്നുണ്ടാകാം. മാനസികപരമായിട്ട് ഈ വ്യക്തിയെ വളരെ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ ഒരുപക്ഷെ അത്രയും ഉള്ളായിരിക്കാം, മനസ്സുകൊണ്ടൊക്കെ അത്രയും ഉള്ളായിരിക്കാം, ആളൊരു പാവമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനിപ്പുലേഷൻസ് ഒരുപാട് ഉണ്ടാകാം. അതായത് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് മറ്റുള്ളവർ പറയുന്ന ഒരു രീതി,
ഇപ്പോൾ ഈ പേഴ്സന്റെ പാരന്റ്സ് ആയിരിക്കാം, കൂട്ടുകാരായിരിക്കാം, നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ വേണ്ട എന്ന് പറയുന്ന ഒരു രീതി. അപ്പൊ അങ്ങനെ മാനിപ്പുലേഷൻ ചെയ്യാം. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് മനസ്സ് മാറ്റിക്കാനായിട്ട് നോക്കാം. ഓക്കെ. അപ്പോൾ അതിലൊക്കെ ഈ പേഴ്സൺ പലപ്പോഴും വീണ് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ പേഴ്സണെ പേടിപ്പിക്കുന്നതും ഈ പേഴ്സണെ ഭയപ്പെടുത്തുന്നതും ഈ പേഴ്സന്റെ കോൺഫിഡൻസിനെ നശിപ്പിക്കുന്നതുമായിട്ടുള്ള പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ സ്വന്തമായിട്ടുള്ള കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തെടുക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതമായിരിക്കാം ഈ വ്യക്തിക്കുള്ളത്. അതായത് മറ്റുള്ളവരെ ആശ്രയിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക, മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക, മറ്റുള്ളവരോട് അഭിപ്രായങ്ങൾ ചോദിക്കുക. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് കാർഡ് നോക്കാം. നെക്സ്റ്റ് കാർഡ് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കർമ്മയാണ്. അതായത് ഈ പേഴ്സൺ ഒരുപാട് പാസ്റ്റ് ലൈഫ് കർമ്മകൾ ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പേഴ്സന്റെ കറണ്ട് എനർജി നോക്കുകയാണെങ്കിലും ഈ പേഴ്സന്റെ ജീവിതം നോക്കുകയാണെങ്കിൽ പോലും ഒരുപാട് കർമ്മകൾ ഈ വ്യക്തിക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ചിലപ്പോൾ പാരൻസിന്റെ ഭാഗത്ത് നിന്നുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം, പാരൻസ് ഈ പേഴ്സണെ നന്നായിട്ട് വേദനിപ്പിക്കുന്ന ഒരു കൂട്ടത്തിലായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാർ വഴി ഒക്കെ ഒറ്റപ്പെടലൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇതെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് എനർജി, അതായത് മുജ്ജന്മ കർമ്മം. ഇപ്പൊ മുജ്ജന്മത്തില് ഈ വ്യക്തി എന്തെങ്കിലും മോശപ്പെട്ട കർമ്മങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു കർമ്മത്തിന്റെ ഫലമായിട്ട് ഈ ഒരു ജന്മത്തിൽ ഈ വ്യക്തി അനുഭവിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസിനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ചില കർമ്മങ്ങളൊക്കെ ഇവിടെ കെട്ടടങ്ങുകയാണ്, അല്ലെങ്കിൽ ചില കർമ്മങ്ങളൊക്കെ ഇതോടുകൂടി തീർന്നു പോവുകയാണ്. ഓക്കെ. അത് അങ്ങനെയുണ്ട്. അത് എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും ഉണ്ട്. മുജ്ജന്മ പാപമുണ്ട്. മുജ്ജന്മത്തിൽ നമ്മൾ എന്ത് കർമ്മമാണോ ചെയ്യുന്നത് അത് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിച്ചേ തീരും. നമ്മുടെ സോൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഈ വ്യക്തിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ അതിൽ പല കർമ്മങ്ങളും തീർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് കണക്ഷൻസ്, ഒരുപാട് ബന്ധങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതും ഈ പറഞ്ഞിരിക്കുന്നത് പോലെ മുജ്ജന്മത്തിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ള കണക്ഷൻസ് ആയിരിക്കാം. പക്ഷെ അതൊന്നും ഈ വ്യക്തിക്ക് നല്ലതല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അതൊരു കൂട്ടുകാരി വഴിയായിരിക്കാം, ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ. പക്ഷെ അത് ഈ വ്യക്തിക്ക് നല്ലതല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വ്യക്തിക്ക് ചേരാത്ത ബന്ധങ്ങൾ, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ശരിയല്ല എന്ന് തോന്നിക്കുന്ന എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളിൽ നിന്നും പുറത്തേക്ക് കടക്കാനാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അനാവശ്യമായിട്ടുള്ള എന്തെല്ലാം ബന്ധങ്ങളുണ്ടോ, ഓക്കെ, എന്തെല്ലാം ബന്ധങ്ങളുണ്ടോ അതിൽ നിന്നുമൊക്കെ പുറത്തേക്ക് കടക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വളരെയധികം, കാരണം നിങ്ങളുടെ അടുത്ത് ഈ വ്യക്തി പലപ്പോഴും ആത്മാർത്ഥതയോടുകൂടി നിന്നിട്ടില്ല. പലപ്പോഴും ഒരു ഉഴപ്പുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഉഴപ്പ് കാണിക്കുക, അല്ലെങ്കിൽ പിന്നത്തേക്ക് മാറ്റി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും പ്രാധാന്യം നൽകാണ്ട് വെക്കുക, നിങ്ങൾക്ക് അത്രയും പ്രാധാന്യം തരാതിരിക്കുക, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിലാക്കുന്ന, ഈ വ്യക്തിക്ക് തോന്നിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ബാലൻസ് കൊണ്ടുവരാനുണ്ട്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇല്ലാണ്ട് കിടക്കുന്നതും അത് തന്നെയാണ്, ബാലൻസ് ആണ്. അപ്പൊ ബാലൻസ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ആ ബാലൻസിനെ കുറിച്ചിട്ട് ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനും ഒക്കെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബാലൻസ് കൊണ്ടുവരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. ഈ പേഴ്സൺ അതിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഐ നീഡ് മോർ ടൈം ടു തിങ്ക് എന്നാണ്. ഈ പേഴ്സണ് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് തെറ്റിദ്ധാരണകളായിരിക്കാം, ഒരുപാട് തീരുമാനങ്ങളായിരിക്കാം, ഒരുപാട് ആശയങ്ങളായിരിക്കാം, ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം.
അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഇവിടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് മൂന്നാമതൊരു വ്യക്തി വരിക, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കൊടുക്കണം എന്നുള്ളതും കൂടെ ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹീൽ ദ ഔച്ച് ആണ്. അതായത് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും ഒരുപാട് വേദനിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഈ പേഴ്സൺ കാരണം ഒരുപാട് വേദനകൾ, ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. ഈ പേഴ്സൺ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അതൊക്കെ ഹീല് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അതൊക്കെ ഹീല് ചെയ്യാൻ ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പേഴ്സന്റെ മനസാക്ഷി സമ്മതിക്കുന്നില്ല സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാൻ. നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളെ വാക്കുകളും കൊണ്ട് വേദനിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ അതൊന്നും ശരിയല്ല എന്ന് ഈ വ്യക്തി തിരിച്ചറിയാണ്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും മുറിവുകൾ ഈ വ്യക്തി കാരണം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനൊരു പരിഹാരം കണ്ടെത്താനും അതിനൊരു തീരുമാനം കണ്ടെത്താനും തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.